വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വന്നു കഴിഞ്ഞു. അതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കപ്പലുകൾ തന്നെ വരുന്നു. ആഴക്കടലിൽ ഇവിടെ വിഴിഞ്ഞത്തിൻ്റെ ഒരു പ്രാധാന്യം വെച്ചുകൊണ്ടാണ് ഇവിടെ കപ്പൽശാല വന്നത്, പോർട്ട് വന്നത്. ഇതെല്ലാം നമ്മുടെ സത്യമാണ്. ഒരു പ്രദേശത്ത് ഒരു വികസനം വരുമ്പോൾ അതൊരു റോഡാകട്ടെ, നമ്മളൊക്കെ വച്ചിരിക്കുന്ന ഒരു വീടാകട്ടെ. ഇപ്പോൾ ഞാൻ വച്ചിരിക്കുന്ന വീട് വരെ ഇവിടെ നല്ല കുറേ തെങ്ങുകളും പ്ലാവും ഒക്കെ ഉണ്ടായിരുന്നൊരു പറമ്പിലാണ് ഞാൻ വീട് വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അത് നഷ്ടപ്പെടുത്തിയിട്ടാണല്ലോ ഞാൻ വീട് വെച്ചത്. അതുപോലെ വീട് വെക്കുമ്പോഴാകട്ടെ, റോഡ് പണിയുമ്പോഴാകട്ടെ, വൻകിട പദ്ധതികൾ വരുമ്പോഴാകട്ടെ, വിമാനത്താവളം വരുമ്പോഴാകട്ടെ, ട്രാൻസ്പോർട്ടിൻ്റെ എന്ത് പദ്ധതി വന്നാലും, കപ്പൽശാലയൊക്കെ വരുമ്പോഴും പരിസ്ഥിതിക്ക് കുറേ അധികം പ്രശ്നങ്ങൾ സംഭവിക്കും. പക്ഷെ ആ പരിസ്ഥിതിക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളെ പരമാവധി മിനിമൈസ് ചെയ്തുകൊണ്ട്, പരമാവധി കുറച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ, അവിടെ താമസിക്കുന്ന ജനങ്ങളെ കൂടുതൽ വിശ്വാസത്തെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ലോകത്തെല്ലാം നടക്കുന്ന ഏറ്റവും കരണീയമായിട്ടുള്ള കാര്യം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത് ഒരു കടൽ തീരത്തുള്ള, അല്ലെങ്കിൽ കടലുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പദ്ധതിയാണ്. പോർട്ട് കടലിലല്ലേ വെക്കാൻ പറ്റുള്ളൂ, കരയിൽ കൊണ്ട് പോർട്ട് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. എയർപോർട്ടാണെങ്കിൽ കരയിൽ കൊണ്ട് വയ്ക്കാം. ഈ വിഴിഞ്ഞം പോർട്ട് പോലുള്ള പോർട്ട് കടലിലേ വയ്ക്കാൻ പറ്റത്തുള്ളൂ. കടലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അല്ലെങ്കിൽ കടൽ തീരത്തിൻ്റെ പ്രത്യേകത, അതൊരു യുണീക്കായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ്. കാട് അങ്ങനെ യുണീക്കായിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥയാണ്. കാട്ടിൽ നിന്ന് ആദിവാസികളെ പറിച്ചു നടാൻ നമുക്ക് കഴിയത്തില്ല. കാരണം അങ്ങനെ വേറൊരു സിസ്റ്റത്തെ കൊണ്ടിട്ടാൽ അവർക്ക് ജീവിക്കാൻ പ്രയാസമാണ്. തൊഴിലാവട്ടെ, അവരുടെ സംസ്കാരമാവട്ടെ, എല്ലാ കാര്യങ്ങളും കാടുമായി ബന്ധപ്പെട്ടാണ് ആദിവാസികൾ ജീവിക്കുന്നത്. അതുപോലെയാണ് കടൽ തീരം. കടലിൽ നിന്നെടുക്കുന്ന മത്സ്യം ഉപയോഗിച്ചുള്ള ജീവിതമാർഗമാണ് കടൽ തീരത്തെ തൊഴിലാളികൾ ഉപയോഗിക്കുന്നത്. അവരുടെ ജീവിതമാർഗവും വരുമാനവും അതാണ്. അതുകൊണ്ടാണ് അവർ തീരവുമായി ചേർന്ന് താമസിക്കുന്നതും പലപ്പോഴും സുനാമിയും കടൽ പ്രശ്നങ്ങളും ഒക്കെ ഓക്കിയൊക്കെ വരുമ്പോൾ ഒരുപാട് നഷ്ടവും നമുക്ക് സംഭവിക്കുന്നത്. അതൊരു എക്കോസിസ്റ്റമാണ്, ഒരു ആവാസ വ്യവസ്ഥയാണ്, ഒരു യുണീക്കായിട്ടുള്ള ആവാസ വ്യവസ്ഥയാണ്. അപ്പോൾ ഈ പദ്ധതി വന്നതിന് ശേഷം, ഒന്നാം ഘട്ടം വന്നതിന് ശേഷം രണ്ടാം ഘട്ടത്തിലേക്കും മൂന്നാം ഘട്ടത്തിലേക്കുമൊക്കെ പദ്ധതി പോവുകയാണ്. പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങൾ പോകരുത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം വിവിധ ഘട്ടങ്ങളിലേക്ക് പോകട്ടെ. പക്ഷെ അപ്പോഴും ചില സംശയങ്ങൾ, ചില ആശങ്കകൾ അവിടുത്തെ ജനങ്ങൾക്കുണ്ട്. കേരളത്തെ ഒരു തുറമുഖ ഹബ്ബാക്കും എന്നാണ് ഐക്യജനാധിപത്യ മുന്നണി വി.ഡി. സതീശനൊക്കെ പറയുന്നത്. അതങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷെ അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് അടുത്ത ഘട്ട വികസനം. ഇപ്പൊ കോട്ടുകാൽ ഉദാഹരണം പറഞ്ഞാൽ, കോട്ടുകാൽ പഞ്ചായത്തിന്റെ കോട്ടുകാൽ ഏല എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുന്ന, ആ പ്രദേശത്തെ ആകെ ജലാർദ്രമാക്കി നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന പ്രദേശമാണ് കോട്ടുകാൽ ഏല. അത് കോട്ടുകാൽ പഞ്ചായത്തിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഒരു ജനാവകാശ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് കൃത്യമായി പരിസ്ഥിതിയെയും ഈ കടൽ തീരത്തെയൊക്കെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സംഘടനയാണ്. പിന്നെ ആ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിൽ പറഞ്ഞല്ല, അത് പോർട്ട് വിരുദ്ധ സംഘടനയാണോ അല്ല, എന്നാൽ പോർട്ട് മുച്ചൂട് മുടിച്ചുകൊണ്ട് പോർട്ട് വരട്ടെ, അല്ലെങ്കിൽ പോർട്ടിൻ്റെ വികസനം നടക്കട്ടെ, അതുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം പോർട്ട് എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള വികസനത്തിൽ ഉണ്ടാകുന്ന ആശങ്കകൾ പരിഹരിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ്. ഞാൻ വലിയൊരു പരിപാടിയാണ് നടത്തിയിരുന്നത്. ഞാൻ ചെന്നിരുന്നു, വലിയ ജനപങ്കാളിത്തമായിരുന്നു. അപ്പോൾ ഈ സംഭാഷണമൊക്കെ കഴിഞ്ഞപ്പോൾ, പ്രസംഗം പബ്ലിക് പരിപാടി ആയതുകൊണ്ട് ഇൻ്ററാക്ഷൻ ഇല്ലായിരുന്നു. പരിപാടികൾ പലരും എന്നോട് വന്ന് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് കുറച്ച് ആശങ്കകളുണ്ട്, തീർച്ചയായും അവരുടെ ആശങ്കകൾ പരിഹരിക്കണം. അവർ മുഖ്യമന്ത്രിയെ കണ്ട് ഒരു മെമ്മോറാണ്ടം ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ അത് ഏൽപ്പിച്ചിരിക്കുകയാണെന്നാണ് അറിയുന്നത്. അത് അത്തരത്തിലൊക്കെ കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ എന്തായാലും അത് പരിശോധിക്കപ്പെടണം. എനിക്ക് അദാനി ഗ്രൂപ്പുകാരോടും വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉടമസ്ഥരോടും ഒക്കെ പറയാനുള്ളത്, നമ്മളൊരു പ്രദേശത്ത് പോയൊരു പദ്ധതി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തെ കുറേ ജനങ്ങൾക്ക് പരിക്ക് പറ്റും. മാത്രമല്ല, ഇപ്പം കടലിൽ ഇത് ചെയ്യുമ്പോൾ കടൽ ജീവികൾക്കും പിന്നെ പാരിനും അതുപോലെ തന്നെ അവിടുത്തെ സൂക്ഷ്മജീവികൾക്കും മത്സ്യം ഉപയോഗിക്കുന്ന ജീവികൾക്കുമൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വരും. ആ കാരണം ഒരു ബയോഡൈവേഴ്സിറ്റി ആണല്ലോ കടൽ എന്ന് പറയുന്നത്. ഒരു ജൈവ വൈവിധ്യ കലവറയാണ് കടൽ എന്ന് പറയുന്നത്. നമുക്ക് 75% ഓക്സിജനും തരുന്നത് കടൽ ജീവികളാണ്. കടലിലെ സൂക്ഷ്മമായിട്ടുള്ള സസ്യങ്ങളും പ്ലവകങ്ങളും ജീവികളുമൊക്കെയാണ് നമുക്ക് ആവശ്യമായ ഓക്സിജൻ 75% തരുന്നത്. 25% മാത്രമേ മരങ്ങൾ തരുന്നുള്ളൂ. അത് തന്നെ നമ്മൾ വ്യാപകമായി നശിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കടൽ എന്ന് പറയുന്നത് വല്ലാത്തൊരു ആവാസ വ്യവസ്ഥയാണ്. മാത്രമല്ല, ഇപ്പോൾ ഇങ്ങനെയാണ് പോവുകയാണെങ്കിൽ 50%-ഓളം പ്ലാസ്റ്റിക് കടലിൽ വരുമെന്നും മൈക്രോ
പ്ലാസ്റ്റിക് ഗ്രാനുവലുകൾ വരെ മത്സ്യങ്ങൾ കഴിക്കുമെന്നും പല വലിയ മത്സ്യത്തിൻ്റെയും വയറ്റിൽ മൈക്രോ ഓർഗാനിസം പോലെ മൈക്രോ പ്ലാസ്റ്റിക് കാണുന്നു എന്നുള്ള പഠനങ്ങളൊക്കെ വന്നു. ഇപ്പോൾ അത് നമ്മളൊരു ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ വന്നിട്ടില്ല, പക്ഷേ എങ്കിലും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ഇങ്ങനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞാൽ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന പ്രതിസന്ധി, മാലിന്യങ്ങൾ കടലിൽ ചെല്ലുന്നത്. അപ്പോൾ ഒരു വശത്ത് കടൽ മലിനീകരിക്കപ്പെടുന്നു, കടലിലേക്ക് ഒരുപാട് വസ്തുക്കൾ പോകുന്നു, അതിൻ്റെ പ്രതിസന്ധിയുണ്ട്. രണ്ടാമത് ഇതുപോലത്തെ സംവിധാനങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പോർട്ട് വരുമ്പോൾ അതിൻ്റെ അനുബന്ധമായ പ്രദേശങ്ങളിൽ വരാവുന്ന പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി പരിഹരിക്കപ്പെടണം. നമുക്ക് ഒരുപാട് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നമ്മുടെ കൈവശമുണ്ടല്ലോ. ആ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് തന്നെ, അവിടുത്തെ ജനങ്ങളെ പുനരധിവസിപ്പിച്ചുകൊണ്ട് തന്നെ, അവരെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ, അവർക്കാവശ്യമായ സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഇതിൻ്റെ വികസനവും കാര്യങ്ങളും ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഒരു പദ്ധതി വരുമ്പോൾ ആ പദ്ധതിയെ കണ്ടുകൊണ്ട് മറ്റ് റിയൽ എസ്റ്റേറ്റ് ലോബികളും മറ്റ് കരാറുകാരും സാമ്പത്തികമുള്ളവരുമൊക്കെ അതിൻ്റെ അടുത്ത് വസ്തു വാങ്ങി കൂട്ടാനും പറ്റുമെങ്കിൽ കൂടുതൽ കടൽ നികത്താനും കടലിൻ്റെ സമീപത്തുള്ള പ്രദേശങ്ങൾ വാങ്ങാനും അവിടെ എക്കണോമിക് സോണായിട്ടൊക്കെ വികസിപ്പിച്ച് അതൊരു റിയൽ എസ്റ്റേറ്റ് സോണാക്കി മാറ്റുന്ന, പ്യുവർ എക്കണോമിക് സോണും അല്ല, വളരെ കൃത്യമായി ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന, ജനങ്ങൾക്ക് പിന്നെ സഹായം കിട്ടുന്ന എക്കണോമിക് സോൺ ആണെങ്കിൽ പിന്നെ നമുക്ക് സഹിക്കാം. പക്ഷെ അതും ആയിരിക്കത്തില്ല. വളരെ കൃത്യമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ലൈനിലുള്ള ആളുകളും പ്രവർത്തിക്കുന്നുണ്ടോ എന്നല്ല ഞാൻ പറയുന്നത്. വിഴിഞ്ഞത്ത് പല പദ്ധതികളും അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒരു വിജിലൻസ് ഈ ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഒരു ഹരിത MLA ആയിരുന്ന 5 MLA-മാരോടൊപ്പം ഹരിത MLA ആയി കേരളത്തിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഏതൊരു ആക്ടിവിസ്റ്റിനെ പോലെയും ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം റെയിലിൻ്റെ പദ്ധതി രേഖ പരിശോധിക്കുന്നതിന് വച്ചിട്ടുള്ള 4 അംഗ സമിതി, 4 അംഗങ്ങളേ ഉള്ളൂ, അതിൽ ഒരാൾ പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അതുപോലെ പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും ആക്ടിവിസ്റ്റുകളെയും ടെക്നോക്രാറ്റുകളെയും സയന്റിസ്റ്റുമാരെയൊക്കെ കേട്ടുകൊണ്ട് മാത്രമേ ഈ ഗവൺമെന്റ് പോകൂ എന്നാണ് മുഖ്യമന്ത്രി പലവട്ടം പറഞ്ഞിരുന്നത്. എറണാകുളത്ത് നടന്ന മീറ്റിംഗിൽ CR നീലകണ്ഠനെ പോലെയുള്ള വളരെ വലിയ രീതിയിൽ പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊള്ളുന്ന CR നീലകണ്ഠനെ പോലെയുള്ള ആളുകളെയും അടുത്തിരുത്തിയിട്ടാണ് സംസാരിച്ചത്. വികസന വിദ്രോഹികളല്ല പരിസ്ഥിതിവാദം പറയുന്നവർ എന്നുള്ള കാഴ്ചപ്പാടുള്ള ഒരു ഗവൺമെന്റാണ്. അതുകൊണ്ട് വിഴിഞ്ഞം പദ്ധതിയുടെ ജനങ്ങളുടെ ആശങ്കകൾ വളരെ കൃത്യമായി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം. അത് ആരായാലും, അവിടുത്തെ മത്സ്യസമ്പത്തിനായാലും ജീവസമ്പത്തിനായാലും ബയോഡൈവേഴ്സിറ്റിക്കായാലും മനുഷ്യർക്കായാലും തലമുറകൾക്കായാലും അവർക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ, അത് വായുവിൻ്റെ കാര്യത്തിൽ, വെള്ളത്തിൻ്റെ കാര്യത്തിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ഊർജത്തിൻ്റെ കാര്യത്തിൽ, ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ നൂറുകണക്കിന് സംശയങ്ങളും ആശയങ്ങളും, ഞങ്ങളുടെ തൊഴിൽ പോകുമോ, ഞങ്ങളുടെ നാട് നശിക്കുമോ, ഞങ്ങൾക്ക് ഈ പദ്ധതി വന്നതുകൊണ്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുമോ, ഞങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരുമോ എന്ന് ഒരാശങ്ക ഉണ്ടാക്കി ഒരു പദ്ധതി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് വിഴിഞ്ഞം പദ്ധതിയുടെ അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള വ്യാപനം നടക്കുമ്പോൾ സ്വാഭാവികമായും ഇതുവരെ എന്ത് ചെയ്തു അതെല്ലാം അവിടെ നിൽക്കട്ടെ, അതിനെ ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ ന്യായാന്യായങ്ങൾ അന്വേഷിക്കുന്നതിനപ്പുറം ഭാവിയിലേക്കുള്ള പദ്ധതി വികസനത്തിൽ കൃത്യമായ പാരിസ്ഥിതിക ആഘാതവും സാമൂഹ്യ ആഘാതവും ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉള്ള ശ്രമം ഉണ്ടാകണം. അതും തന്നെയാണ് ഈ ജനാവകാശ സംരക്ഷണ സമിതിയൊക്കെ ആവശ്യപ്പെടുന്നതും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൃത്യമായ പഠനങ്ങളും നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും വിശകലനങ്ങളും നടക്കട്ടെ. ഒരു ജനതയെ കൂടി വിശ്വാസത്തിലെടുക്കുന്ന പദ്ധതിയായി അതിനെ മാറ്റാൻ വിഴിഞ്ഞം പോർട്ടിൻ്റെ അധികാരികളും അതിന് മുൻകൈയെടുക്കാൻ സർക്കാരിനും കഴിയട്ടെ.